ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ കുറേ പേര് ചോദിക്കുന്ന ഞാൻ ഇന്നലെ ആക്ച്വലി വീഡിയോ ഉണ്ടാവും നമ്മുടെ പിക്സൽ അതുപോലെ തന്നെ 13S അതുപോലെ തന്നെ നമ്മുടെ Vivo X200 FEൻ്റെ ഒക്കെ ഒരു കമ്പാരിസൺ വീഡിയോ ഉണ്ടായിരുന്നു, കോംപാക്ട് ടു കോമ്പാക്ട് ഫോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ S24 എന്താ ഇടാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് S24 നല്ലൊരു ഫോണാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ അതിന് പ്രൈസ് കുറഞ്ഞിട്ടുണ്ടല്ലോ, 40-45 രൂപ ആ റേഞ്ചിലൊക്കെ 50 രൂപയുടെ റേഞ്ചിൽ തന്നെ നമുക്ക് കിട്ടും. 256 GB ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് S24 എടുക്കാൻ പറ്റുന്ന, ഇപ്പോൾ നിങ്ങൾക്ക് X24 എടുക്കാൻ പറ്റും, S24 Ultra എടുക്കാൻ പറ്റും. എക്സാമ്പിളായിട്ട് ഞാൻ ആക്ച്വലി ആമസോണിൻ്റെ സെയിൽസിൽ S24 Ultra എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് 70 രൂപയായിരുന്നു, ഇപ്പോൾ പക്ഷേ കൂടിയിട്ട് 50 രൂപയായിട്ട് ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സെയിൽസും കാണാതെ കഴിഞ്ഞല്ലോ. അപ്പോൾ S24 അല്ലെങ്കിൽ S24 Ultra നിങ്ങൾ ഈ 2000 അതായത് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക, ഒക്ടോബർ ആയല്ലോ, ഒക്ടോബർ ഓൾമോസ്റ്റ് കഴിയാറായി ഒക്ടോബർ. അപ്പോൾ ഈ മാസത്തിൽ S24 Ultra അല്ലെങ്കിൽ S24 എടുക്കുന്നത് നല്ലതാണോ അല്ലെങ്കിൽ വേർത്താണോ എന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിൽ കിടക്കാണ്ട് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യുക. ഇത് നമ്മുടെ പുതിയ ചാനലാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ റിസർച്ച് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിൽ കിടക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ടെലിഗ്രാം ചാനലുണ്ട്, മറക്കണ്ട, ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതിട്ടാ. അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ S24 Ultra അല്ലെങ്കിൽ S24 എന്ന് പറയുന്നത് നമുക്ക് റീസെൻ്റ്ലി വന്നേക്കുന്നത് S24 ഇപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സർ വെച്ചിട്ടായിരുന്നു. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൻ്റെ Gen 3 ആണ്. അപ്പോൾ ഇതിലായാലും സ്നാപ്ഡ്രാഗൻ്റെ Gen 3 എന്നാണ് വരുന്നത്. അപ്പോൾ ഈ 2025 സ്നാപ്ഡ്രാഗൺ Gen 3 വാങ്ങിക്കുന്നത് വെറുത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുത്താണ്. 2-3 കൊല്ലത്തേക്ക് ഒരു പ്രശ്നമില്ലാണ്ട് ഈ സാധനം സുഖമായിട്ട് ഓടിപ്പോയിക്കോളും. ഇപ്പം എന്താ പറയുക, ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാഗ് അടിക്കുക, അങ്ങനെ ഒരു പ്രശ്നമില്ല. സ്നാപ്ഡ്രാഗൺ Gen 3 നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് ഒരു 2-3 കൊല്ലത്തേക്ക്, 2.5 കൊല്ലം മാക്സിമം നിങ്ങൾക്ക് ഒരു മാക്സിമം എന്ന് പറയാൻ പറ്റില്ല, മിനിമം നിങ്ങൾക്ക് 2 കൊല്ലത്തെ അല്ലെങ്കിൽ 2.5 കൊല്ലത്തേക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. ഒരു ലാഗോ സംഭവമൊന്നും ഇല്ലാണ്ട്, ഒരു പ്രശ്നമില്ലാണ്ട് സുഖമായിട്ട് തന്നെ ഉപയോഗിച്ച് പോകാം. അപ്പോൾ ഈ പ്രൊസസ്സർ ആക്ച്വലി ഈ 2025 വാങ്ങിക്കുന്നത് പൊട്ടയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. പോരാതെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ നല്ല പ്രൈസ്, ശരിക്കും ഒരു വാല്യൂ ഫോർ മണി പ്രൈസിലാണല്ലോ ഇപ്പോൾ സെല്ലാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൊസസ്സർ തന്നെയാണ്, അല്ലെങ്കിൽ ഫോൺ തന്നെയാണ് S24 Ultra അല്ലെങ്കിൽ S24. ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ മോഡൽ വെച്ച് നോക്കുമ്പോൾ പഴയതായിട്ടുണ്ട്. S24 എന്ന് പറയുമ്പോൾ ഓൾറെഡി S25 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ S26 ഇറങ്ങാറായി. അപ്പോൾ ഓൾറെഡി S26 ഇറങ്ങി കഴിഞ്ഞാൽ ഓൾറെഡി എന്താ പറയുക, രണ്ട് ജനറേഷൻ പഴയതായി. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ജനറേഷനെ പഴയതായിട്ടുള്ളൂ. അത് മാത്രമല്ലോ, അപ്പോൾ വലിയ പഴയൊന്നും പറയാനില്ല, പക്ഷേ പുതിയ മോഡലല്ല, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് നമ്മുടെ ഇപ്പോൾ പിക്സൽ 10ഉം നമ്മുടെ 13S ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ മെയിനായി ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്ത അതുകൊണ്ടാണ് വെച്ചാൽ അത് ലേറ്റസ്റ്റ് മോഡൽസുകളാണ്. ഇത് ആക്ച്വലി ഒരു ജനറേഷൻ പഴയ മോഡലാണ്, അതുകൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് എന്താ പറയുക, പെർഫോമൻസ് കുറവായിട്ടോ അല്ലെങ്കിൽ വേറെ ഇഷ്യൂസും സംഭവമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ വേറെ കുറേ പേര് ചോദിക്കുന്നത് ഇപ്പോൾ സാംസങ് S24 വാങ്ങിക്കുന്നത് പ്രശ്നം ഗ്രീൻ ലൈൻ ഇഷ്യൂ, എല്ലാവർക്കും പേടിയാണല്ലോ ഇപ്പോൾ. പക്ഷേ നിങ്ങളൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, നമ്മുടെ S23 സീരീസുകൾക്ക് നിങ്ങൾക്ക് വൈഡ്ലി ഗ്രീൻ ലൈൻ ഇഷ്യൂ ആണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ S24 സീരീസുകൾക്ക് ഇതുവരെയായിട്ട് ഗ്രീൻ ലൈൻ ഇഷ്യൂ റിപ്പോർട്ട് ആയിട്ടില്ല. ഡിസ്പ്ലേ അടിച്ച് പോയിട്ടുള്ള സംഭവമൊക്കെ ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ അത് ഗ്രീൻ ലൈൻ ഇഷ്യൂ അല്ല. ഗ്രീൻ ലൈൻ ഇഷ്യൂ ഇതുവരെയായിട്ട് S24 ഗ്ലോബലി റിപ്പോർട്ട് ആയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കാം ഓൺലൈനിലൊക്കെ പോയിട്ട്, സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ ആയിട്ട് സംഭവമായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ ആ S23 സീരീസിൻ്റെ വരെ ഉപയോഗിച്ച പാനലുകൾക്ക് ആയിരിക്കാം ഈ പ്രോബ്ലം ഉണ്ടായിരുന്നത്. അതിനുശേഷം അവർ പാനൽ മാറ്റിയിട്ടുണ്ടായിരിക്കാം. എന്താ വെച്ചാൽ മിക്കവാറും ഈ S24 Ultra സീരീസിന് തന്നെ അവർ പാനൽ മാറ്റിയിട്ടുണ്ടായിരുന്നു, വെച്ചാൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാനൽ മാറ്റിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരാൻ സാധ്യതയില്ല. പക്ഷേ അത് എന്ന് വിചാരിച്ചിട്ട് 100% പറയാനും പറ്റില്ല. പക്ഷെ എന്തായാലും ഇതുവരെയായിട്ട് ഗ്രീൻ ലൈൻ ഇഷ്യൂ റിപ്പോർട്ട് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേടി വേണ്ട. എന്തായാലും എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി വരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ റിപ്പോർട്ട് ആവേണ്ടതാണെങ്കിൽ നമുക്കിപ്പോൾ ആ ടൈമൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും എന്നുവെച്ചാൽ S26 വരാറായി, ലോഞ്ച് ആവാറായി. വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല എന്നാണ് കേട്ടത്. S26 Ultra അവർ പറയണത്, ഞാൻ കുറേ ട്വീറ്റ്സ് കണ്ടത് അവർ ഈ S Pen എടുത്ത് കളഞ്ഞതൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ പിന്നെ ആരും അത് വാങ്ങിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സർ ഒന്ന് മാറിയിട്ട് എക്സിനോസിലേക്ക് വരാൻ പോകുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ എന്തായാലും ഫ്ലോപ്പ് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ S24 സീരീസ് ഇപ്പോൾ സുഖമായിട്ട് വാങ്ങിക്കാം കേട്ടോ, നല്ല ബെറ്റർ ഡീലിൽ വാങ്ങിക്കാൻ പറ്റും. ഞാൻ S24 നമ്മുടെ മെയിൻലി നമ്മുടെ ഫ്ലിപ്കാർട്ട് സെയിൽസിലാണല്ലോ നമ്മുടെ ഈ നോർമൽ S24 സാധനം അവർ 40 രൂപയുടെ റേഞ്ചിൽ കൊണ്ടുവരുന്നു പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ബിഗ് ബില്യൺ സെയിൽസ് ഒക്കെ കഴിഞ്ഞല്ലോ, പക്ഷേ ഇപ്പോഴും അത് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇപ്പോഴും അത് അവൈലബിൾ ആണ്. നമുക്ക് 128 GB ആരും വാങ്ങിക്കില്ലേ, ഒരു കാര്യമില്ല. 45 രൂപയ്ക്കാണ് 8 GB 256 GB മോഡൽ നമുക്കിപ്പോൾ
സെയിൽസിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇപ്പോഴും വാങ്ങിക്കാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ നമുക്കതിന് കാർഡ് ഡിസ്കൗണ്ടും കാർഡൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ 3000 രൂപ ഒക്കെ കാണിക്കുന്നുണ്ട്. മാക്സിമം നമുക്ക് 40-42 രൂപയ്ക്ക് എന്തായാലും ഈ സാധനം കയ്യിൽ കിട്ടും കേട്ടോ. അപ്പോൾ ആ പ്രൈസിന് നല്ലൊരു വെറുത്ത ഡിവൈസ് തന്നെയാണ്. പിന്നെ കോമ്പാക്റ്റുമാണ്, ചെറിയ ഡിവൈസാണ്. വലുത് വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ സാധനം എടുക്കാം, S24 Ultra. പക്ഷേ ഇത് കുട്ടി ഫോൺ എന്ന രീതിയിൽ നല്ല ഫോണാണ്. ആകെ ഇഷ്യൂ എന്ന് പറയുന്നത് ബാറ്ററി ബാക്കപ്പാണ്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ നല്ലൊരു പാക്കേജ് തന്നെയാണ്. പക്ഷേ ബാറ്ററി ഒരു മിനിമം 6 മണിക്കൂറൊക്കെ നമുക്ക് സ്ക്രീൻ ഓൺ ടൈം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. 4000 mAh ബാറ്ററി കാണുമല്ലോ. അപ്പോൾ പക്ഷേ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഈ പിക്സലടക്കം 5000 വരുന്നുണ്ട്. ബാക്കിയുള്ള പിന്നെ പറയണ്ടല്ലോ, 6500-ഉം 6000 ഒക്കെയാണ്. അപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ സാംസങ് ഇക്കോസിസ്റ്റം One UI 8 ആക്ച്വലി നമുക്ക് S24 സീരീസുകൾക്ക് കിട്ടി. എനിക്ക് ആക്ച്വലി One UI 8 അപ്ഡേറ്റിന് ശേഷം ബാറ്ററി ബാക്കപ്പ് കുറച്ച് ഇമ്പ്രൂവ് ആയി ചെയ്തിട്ടുണ്ട്. കുറേ പേർക്കൊക്കെ അത് ബാറ്ററി ഡൗൺ ആയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആക്ച്വലി ഇതിൽ ഇമ്പ്രൂവ് ആവുക ചെയ്ത് പറയുമ്പോൾ എൻ്റെ മെയിൻ പ്രൈമറി ഫോണല്ല, എന്നാലും നമ്മൾ എൻ്റെ സെക്കൻഡറി സിം ഇട്ടിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്ക് ബാറ്ററി ബാക്കപ്പ് ഇമ്പ്രൂവ് ആയ പോലെ തോന്നുന്നത്. ലാഗോ സംഭവമൊന്നുമില്ല, പെർഫോമൻസും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ എൻ്റെ ഒരു അഭിപ്രായം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാംസങ് ഫോൺ ബഡ്ജറ്റ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ S24 സീരീസ് ഇപ്പോൾ സുഖമായിട്ട് കാരണം എന്ന് വെച്ചാൽ S25 നോക്കുകയാണെങ്കിൽ തീരെ വാല്യൂ ഫോർ മണി അല്ല, കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. വലിയ ഡിഫറൻസും ഇല്ല S24 Ultra ആയിട്ട് നോക്കുമ്പോൾ, ക്യാമറ സെൻസർ ആയിക്കോട്ടെ. അപ്പോൾ എന്തുകൊണ്ടും ബെറ്റർ ഡീലാണ് S24 എടുക്കുന്നത്. പിന്നെ വലിയ ഫോൺ നിങ്ങൾക്ക് S24 Ultra എടുക്കാം. പക്ഷേ ഇപ്പോൾ 79,999 ആയിട്ടുണ്ട് ആമസോണിൽ കേട്ടോ. അപ്പോൾ 10,000 രൂപ കൂടിയിട്ടുണ്ട്. നിങ്ങൾ സെയിൽസിന് വാങ്ങിക്കുകയാണെങ്കിൽ 70,000 രൂപയ്ക്ക് കിട്ടിയേനെ. ഞാൻ എന്തായാലും നോക്കി നോക്കാം. എനിക്ക് തോന്നുന്നത് എന്തെന്നുണ്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ദീപാവലി കഴിഞ്ഞിട്ടായിരിക്കും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുള്ളൂ. ഉണ്ട്, എല്ലാ കളറും ഇല്ല, എന്നാലും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു മോഡലാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഈ നമ്മുടെ എന്താ പറയുക ടൈറ്റാനിയം ഗ്രേ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണുന്നതായിരിക്കും. ലാസ്റ്റ് പർച്ചേസ് ചെയ്തത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു സെപ്റ്റംബർ 22-ാം തീയതി വാങ്ങിച്ച 1 മാസമായി. അപ്പോൾ ഇതിപ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷേ 79,999 ആയിട്ടുണ്ട്. 256 GB വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഓഫർ ഉണ്ട്. HDFC കാർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ ICC കാർഡ് ഉണ്ടെങ്കിൽ 4000 രൂപ ക്യാഷ് ബാക്ക് ഉണ്ട്. HDFC കാർഡ് ഉണ്ടെങ്കിൽ 2000 രൂപ ക്യാഷ് ബാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കാവുന്നതാണ്. കുറച്ച് പ്രൈസ് കൂടിയിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി സെയിൽസ് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ എന്നാലും വെറുതെന്ന് തന്നെ പറയാം. എന്താ വെച്ചാൽ S25 Ultra'ക്ക് പ്രൈസ് 120 മുകളിലാണ്. അപ്പോൾ വലിയൊരു ഡിഫറൻസും ഇല്ല. ആകെ കുറച്ച് ഷേപ്പ് മാറിയിട്ടുണ്ട്, വൈഡ് ആംഗിൾ ലെൻസ് മാറിയിട്ടുണ്ട്, അല്ലാണ്ട് പ്രൊസസ്സർ മാറിയിട്ടുണ്ട്. ഇതായാലും ധാരാളമാണ് നിങ്ങളുടെ നോർമൽ യൂസ് ഒക്കെ ആണെങ്കിൽ. നോർമലല്ല, അത്യാവശ്യം വ്യൂസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും വെറുത്താണ്. 50,000 കൂടുതൽ കൊടുത്തിട്ട് S25 Ultra വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് ആക്ച്വലി നമുക്കിപ്പോൾ കുറേ പേര് ഇപ്പോൾ സാംസങ് ഹെയ്റ്റേഴ്സ് ആയിട്ടുണ്ട്. കുറേ പേർക്ക് സാംസങ് ഇപ്പോൾ മടുത്തു. എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ കാരണം അവർക്ക് വെറുത്തു എന്ന് വേണമെങ്കിൽ പറയാം. മടുത്തു എന്നല്ല, വെറുത്തു എന്ന് പറയേണ്ടി വരും. അത് കറക്റ്റാണ്. എന്താ വെച്ചാൽ അത്രയും കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് പേടിച്ച് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതാണ്. ഒരു എന്താ പറയുക അതിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ S24 സീരീസുകൾക്ക് ഇതുവരെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് റെക്കമെൻഡഡ് ആണെന്ന് വേണമെങ്കിൽ പറയാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനും S24 Ultra വാങ്ങിച്ചത്. പിന്നെ എനിക്ക് അൾട്രാ ഡിവൈസുകൾക്ക് വരെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ S23 Ultra എൻ്റെ S23 Ultra'യിൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഞാൻ അത് വിൽക്കാൻ കാരണം ഇതുപോലെ S23 സീരീസുകൾക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ പിന്നെ ഇതുപോലെ വീഡിയോ പർപ്പസും വീഡിയോനൊക്കെ ആവശ്യമുള്ളതുകൊണ്ടും One UI 8 അപ്ഡേറ്റ് ചെയ്യണമെന്നൊക്കെ നമുക്കൊരു ഡിവൈസ് വേണമല്ലോ. പറയാം എൻ്റെ കയ്യിൽ വേറെ സാംസങ്ങിൻ്റെ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് വാങ്ങിക്കാൻ കാരണം. അല്ലാണ്ട് ഇപ്പോൾ സാംസങ് ഫാനായിട്ടോ സംഭവം ഒന്നല്ല, നമ്മളൊരു ബ്രാൻഡിൻ്റെയും ഫാനൊന്നുമല്ല. നമുക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ പ്രൊഡക്റ്റ് വേണം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് വാങ്ങിച്ചിട്ട്. അല്ലാണ്ട് ഇപ്പോൾ വേറെ ഒന്നല്ല. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ S24 ഞാൻ പറഞ്ഞ പോലെ തന്നെ S24 നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിവൈസ് തന്നെയാണ്. പിന്നെ അതിലൊരു കോൺ എന്ന് പറയാനുള്ളത് അതിൽ 8 GB റാം മാത്രമേ ഉള്ളൂ. ഇപ്പം മിക്ക ഇറങ്ങുന്ന എല്ലാ ഒരു അത്യാവശ്യം മീഡിയം ഫോണുകൾക്കടക്കം 12 GB വരുന്നുണ്ട്. അപ്പോൾ 8 GB എന്ന് പറയുമ്പോൾ പോരാത്തതിന് One UI വെച്ച് വരുമ്പോൾ ഭാവിയിൽ ചിലപ്പോൾ അത് ലാഗ് ആവാൻ സാധ്യത ഉണ്ട് കേട്ടോ. അൾട്രയ്ക്കാണെങ്കിൽ പിന്നെ ഇഷ്യൂ ഇല്ല. അൾട്രയ്ക്ക് 12 GB വരുന്നുണ്ട്. പക്ഷേ 8 GB വരുന്നതിൻ്റെ പ്രോബ്ലം അതാണ്, ലാഗി വരാൻ സാധ്യതയുണ്ട്. ഒരു നെക്സ്റ്റ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് വരുമ്പോഴോ 2 കൊല്ലത്തേക്കൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കുഴപ്പം ഇതിനുണ്ട്. 8 GB റാം എന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡ് 16 അപ്ഡേറ്റിന് ശേഷം റാം യൂസേജൊക്കെ കുറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ കാട്ടും. അപ്പോൾ അതൊരു നല്ലതാണ്. പക്ഷെ എന്തായാലും നമ്മൾ മൾട്ടിപ്പിൾ സാധനങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആപ്പുകളൊക്കെ നല്ല ഹെവി ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 8 GB പോരാണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. പറയുമ്പോൾ വെർച്വൽ റാമൊക്കെ ഉണ്ട്. വെർച്വൽ റാം വലിയ കാര്യമൊന്നുമില്ല, കുറേയൊക്കെ ഗിമ്മിക്കാണ്. എന്തായാലും നിങ്ങൾ S24 വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 256 GB എങ്കിലും വാങ്ങിക്കാൻ നോക്കാട്ടോ. 120 GB ഒരു സാധനം വാങ്ങിക്കരുത്. S24 മാത്രമല്ല, ഒരു സാധനം ഈ 2021 വാങ്ങിക്കരുതെന്ന് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത് കാണാം.